Hey, this is Madhav. Welcome to Explorewithmaddy. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പോയ മൂന്നാർ യാത്രയാണിത്. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. നല്ല തിരക്കുള്ള സമയത്താണ് ഞാൻ ഈ യാത്ര ചെയ്തത് എന്ന് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബ്ലോക്കുകളൊക്കെ താണ്ടി ഞങ്ങൾ മൂന്നാറിന്റെ മനോഹാരിത ആസ്വദിച്ച് യാത്ര തുടങ്ങി. മൂന്നാർ ഗ്യാപ്പ് റോഡ് എത്തുമ്പോൾ അവിടെ ഒന്നും നിർത്തി ഫോട്ടോ എടുക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ഒരുപക്ഷെ. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ റൂട്ട്. യെസ്, മൂന്നാർ ഗ്യാപ്പ് റോഡ് ഈസ് ആൻ ഇമോഷൻ ഫോർ us. മൂന്നാർ ഐവ എന്ന ക്യാമ്പ് സൈറ്റാണിത്. ഇവിടെയാണ് ഞങ്ങൾ ക്യാമ്പ് ഓപ്റ്റ് ചെയ്തത്. സൂര്യനെലിയിൽ നിങ്ങൾക്ക് വളരെയധികം ക്യാമ്പ് സൈറ്റുകൾ, ടെന്റ് സ്റ്റേകളൊക്കെ കാണാൻ സാധിക്കും. വി ഓപ്റ്റഡ് ദിസ് പ്ലേസ്. ഒരാൾക്ക് 1800 രൂപയാണ് പാക്കേജ്. ഈവനിങ് ഒരു ചെറിയ ട്രക്കിംഗ്, ഡിന്നർ, മോർണിംഗ് കൊളുക്കുമലയിലേക്ക് ജീപ്പ് ട്രക്കിംഗ്, ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ എല്ലാം അടങ്ങുന്നതാണ് ഈ പാക്കേജ്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഫാമിലി ഫ്രണ്ട്ലി ആയി തന്നെയാണ് എനിക്ക് തോന്നിയത്. ഏകദേശം 4:30 കൂടി തന്നെ ഞങ്ങൾ സൺസെറ്റ് ട്രെക്കിംഗ് ആരംഭിച്ചു. ഫാൻഡം ഹിൽസ് ആണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡും ഈ ട്രെക്കിങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നു. കുറച്ചു ദൂരം ടാറിട്ട റോഡിലൂടെ പോയ ശേഷം ഞങ്ങൾ ഒരു എസ്റ്റേറ്റിനുള്ളിലേക്ക് കയറി. തേയിലത്തോട്ടത്തിനുള്ളിലൂടെ ഞങ്ങൾ കുറെ സമയം നടന്നു. മനോഹരമായ കാലാവസ്ഥയായതിനാൽ ഞങ്ങൾ ക്ഷീണിതരല്ലായിരുന്നു. ഞങ്ങൾ ലക്ഷ്യസ്ഥാനം എത്താറായി എന്ന് തോന്നുന്ന പോലെ സൂര്യന്റെ അസ്തമയ രശ്മികൾ ആ പ്രദേശത്തെ മൂടുന്നതായി കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ഫാൻഡം ഹിൽസ് സൺസെറ്റ് പോയിന്റിലെത്തി. കുറെ നടന്നതിന്റെ ഒരു ക്ഷീണവും ഈ വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങളെ അലട്ടിയില്ല. അത്രയും മനോഹരമായിരുന്നു ഈ വ്യൂ പോയിന്റ്. നമ്മുടെ ഇടുക്കിയിലെ കാൽവരി മൗണ്ട് പോലെ അതിനോട് സമാനമായ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു ഇത്. സൂര്യാസ്തമയം അതിൻ്റെതായ ഭംഗിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. നിരവധി ടെന്റുകൾ ചുറ്റുമുള്ളതിനാൽ അവരൊക്കെ ഈ വ്യൂ പോയിന്റിലേക്ക് ട്രക്കിങ്ങിനായി വന്നിരുന്നു.
കുറെ നേരം കാറ്റൊക്കെ കൊണ്ട് സൂര്യാസ്തമയം ആസ്വദിച്ച് സുഹൃത്തുക്കളോട് നടക്കാത്ത ചില ട്രാവൽ പ്ലാനുകളെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ സമയം ചിലവഴിച്ചു. ഏകദേശം 7 മണിയോടെ ഞങ്ങൾ ക്യാമ്പിലേക്ക് തിരിച്ചെത്തി. ക്യാമ്പ് ഫയർ അപ്പോഴേക്കും തുടങ്ങിയിരുന്നു. ക്യാമ്പ് ഫയർ വൈബൊക്കെ എൻജോയ് ചെയ്ത് നല്ലൊരു ഡിന്നറും കഴിച്ച് നാളെ കൊളുക്കുമലയിലേക്ക് പോകണം. അതിനുള്ള തയ്യാറെടുപ്പെടുത്ത് ഞങ്ങൾ ടെന്റിൽ വിശ്രമിച്ചു. പുലർച്ചെ 4:30 തന്നെ ഞങ്ങൾ തയ്യാറായി ഒരു ടീ ഒക്കെ കുടിച്ച് കൊളുക്കുമലയിലേക്കുള്ള ജീപ്പിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊളുക്കുമല ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. യാത്രകൾ തുടരും.